സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Please do it anyway.
ദൈവമേ, എന്റെ വ്യക്തിപരമായ യോഗ്യതകളാണെന്ന് പ്രത്യുത അങ്ങേ വാച്യമായ കൃപാശത്താൽ മാത്രമാണെന്ന് ഞാൻ അങ്ങേ കുടുംബത്തെ നയിക്കാൻ അങ്ങ് തിരുവുള്ളമായതും പൗരോഹിത്യ ശുശ്രൂഷാധർമ്മങ്ങൾ സമുചിതം നിറവേറ്റുവാനും എല്ലാ ചിന്തയും മേലുള്ള അങ്ങേ പരിപാലനത്തിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തെ നയിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. ദൈവവചന പ്രഘോഷണ കർമ്മമാണ് നടക്കുക. ആദ്യ വായന ചെറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും, രണ്ടാം വായന ഫെബ്രുവരി ലേഖനത്തിൽ നിന്നുമാണ്. മർക്കോസിന്റെ സുവിശേഷമാണ് നാം ശ്രമിക്കുക. ആദ്യ വായന വായിക്കുന്നത് ആശിഷന്റെ സഹോദരി ആശിഷ. പ്രതിവചന സങ്കീർത്തനം ആലപിക്കുന്നത് ആശിഷന്റെ പിതാവായ സഹോദരിയുടെ മകൻ LG. രണ്ടാം വായന വായിക്കുന്നത് ആശിഷന്റെ സഹോദരിയുടെ ഭർത്താവ് സിംഗർ. സുവിശേഷം വായിക്കുന്നത് ജിക്സൺ അച്ഛനും. തുടർന്നുള്ള ദൈവവചന പ്രഘോഷണം നടത്തുന്നത് ആൽബർട്ട് ജോർജ് കാക്കടത്തിൽ അച്ഛനുമാണ്. നമുക്ക് ശ്രദ്ധയോടെ ദൈവവചനം ശ്രമിക്കാം. ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്ന്, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവായ ദൈവമേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ വെറും ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അതിർത്തി സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകടം മറിയാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം.
കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാണെന്ന് തന്നെ മഹത്വപ്പെടുത്തുകയാണ്. നീ എൻ്റെ പ്രയോജനമാണ്. ഇന്ന് ഞാൻ എനിക്ക് ജന്മം വേണ്ടി ഇന്ന് അവരോട് പറഞ്ഞത് തന്നെയാണ് മഹത്വപ്പെടുത്തിയത്. അവിടെ വേണ്ടി പറയുന്നു, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ പുരോഹിതനാണ്. തന്റെ ഈ ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിയുന്നവരെ കണ്ണീരോടും വലിയ വിഭാഗത്തോടും ഒക്കെ പ്രാർത്ഥന യാചന സമർപ്പിച്ചു. അവന്റെ ദൈവം അവന്റെ പ്രാർത്ഥന കഴിയും. പുത്രനായിരിക്കും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവരെ അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയോടെ മാറി. എന്നാൽ മെൽക്കിസേദെക്കിന്റെ പ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിന്റെ വചനം. അനന്തരം അവർ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവന്റെ സ്വർണ്ണക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ സ്നേഹിതരെ, ഈ പുത്തനച്ഛന്മാരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ എന്നും ഒരു വലിയ ചിന്തയും സന്തോഷവും. കാരണം ഞങ്ങളും ഇതുപോലെ തന്നെ പട്ടം സ്വീകരിച്ച് പുത്തൻ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോഴൊക്കെ മനസ്സിലുണ്ടാകുന്ന പൗരോഹിത്യത്തെ കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകളുണ്ട്. പൗരോഹിത്യത്തെ കുറിച്ചുള്ള ബോധ്യങ്ങൾ കുഞ്ഞുനാൾ മുതൽ പൗരോഹിത്യത്തെ കുറിച്ച് ഒരുപോലെയുള്ള ബോധ്യങ്ങളല്ല, പതുക്കെ പതുക്കെ മാറുന്നവയാണ്. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുഞ്ഞുനാളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്
സൂപ്പർമാനും ബാറ്റ്മാന്റെയും ഷോകൾ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നും വളരെയധികം താല്പര്യത്തോടുകൂടി തീക്ഷണതയോടെ കാണുന്നത് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഇവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അസാധ്യമെന്ന് പറയുന്നത്, ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതായിട്ട് ഇവർ കാണപ്പെടും. എല്ലാവർക്കും ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് കണ്ടാൽ അതിനെ എതിർക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുഞ്ഞു മനസ്സിൽ എന്നും ഒരു ചിന്ത, എനിക്ക് ഒരു സൂപ്പർ ഹീറോ ആകണമെന്നാണ്. അതുകൊണ്ട് തന്നെ തോപത്തിന്റെ ഒരു അറ്റം, കുഞ്ഞു പിള്ളേരെല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യാറ്. അറ്റം ഇങ്ങനെ കഴുത്തി കെട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് ശക്തിമാൻ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടിക്കളന്ന് കളിച്ചത്. പക്ഷേ വർഷങ്ങൾ ഇങ്ങനെ പതുക്കെ കടന്നു വരുമ്പോൾ ആ തോർത്തിന്റെ അറ്റത്തുണ്ടായതായിട്ട് പതുക്കെ തോർത്തിന്റെ നടുവിൽ കൂട്ടയായി മാറി, ഒരു കുർബാന കുപ്പായമായി മാറി. ഞാൻ കുർബാന കളിച്ചു തുടങ്ങിയ ഒരു സമയമുണ്ട്. ഈ മാറ്റത്തിൽ കാണുന്നതാണ്. അന്ന് എനിക്ക് സൂപ്പർ ഹീറോ ആണായിരുന്നു, ഒരു അച്ഛനായിരുന്നു പറയാൻ. ഇങ്ങനെ പറയാൻ കാരണം അന്ന് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന അച്ഛനാണ്. ഏതൊരു സൂപ്പർ ഹീറോയിലെ ഞാൻ കണ്ട എല്ലാ കഴിവുകളും ജീവിതത്തിൽ കാണിച്ചു തരുന്ന ഒരു അച്ഛൻ. ഏത് പ്രശ്നത്തിലും ഏതൊരു കാര്യത്തിലും അച്ഛൻ്റെ ഒരു വാക്ക് മതി, അച്ഛൻ്റെ ഒരു സാന്നിധ്യം മതി, എല്ലാത്തിനും പ്രവർത്തിക്കുന്ന ഒരു വലിയ മോട്ടിവേഷനാണ്. അച്ഛനാണെന്ന് തന്നെ ഉറപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ സൂപ്പർ ഹീറോ ആയിരിക്കുന്ന ഈ അച്ഛൻ ഒരു ദിവസം ഒരു പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഇരിക്കുകയാണ്. കുഞ്ഞെ ഓട്ടപ്പോയാൽ ഒരു മൂലക്ക് നിൽപ്പുണ്ട്. അച്ഛനൊക്കെ അടുത്തായതുകൊണ്ട് ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹോള് പറയുന്നതിനെ കുറിച്ച് ചർച്ചകളുണ്ടായി. ചർച്ചകൾ പതുക്കെ മൂർച്ഛിച്ചു. എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. അച്ഛനും ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതിനവസാനമായിട്ട് കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്ന് അച്ഛൻ്റെ കോളറെ കയറി പിടിച്ചു. സൂപ്പർ ഹീറോ ആയിരുന്ന അച്ഛൻ പെട്ടെന്ന് ഇടിഞ്ഞ് വീണ്ടും വരും. കാരണം ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഭയങ്കരമായിട്ട് സങ്കടമുണ്ടാകും. ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റിയെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് വേണ്ടി അച്ഛൻ വരുമ്പോൾ അച്ഛൻ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. സംഗീതീയ തിരിച്ചു വന്ന് കുർബാന പുസ്തകമൊക്കെ പിടിച്ചതിന് ശേഷം തിരിച്ച് ആളുകളുടെ ഇടയിൽ പോയി ആ ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്ന എന്തോ പറഞ്ഞു. കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അച്ഛൻ മാപ്പ് പറയുകയാണ്. മനസ്സിലെ കുഞ്ഞായിരുന്ന എൻ്റെ മനസ്സിലെ വന്ന ചോദ്യം അച്ഛന് വട്ടാണ്. ഇനി ഇതൊക്കെ ആൾക്കാർക്ക് തരമായിട്ടാണ്. ഇനി ഇതൊക്കെ ശരിയാണ് ആൾക്കാർക്ക് തോന്നും. അയാൾ ചെയ്തത് ശരിയാണ്, അയാൾക്ക് തോന്നും നാട്ടുകാരനത്. അച്ഛന് വട്ടാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ഞങ്ങളുടെ കപ്പിയായിട്ട് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടാതെ താറയിൽ വന്ന കുരിശിന്റെ കുട്ടിയെ ഒരു 2 മിനിറ്റ് നോക്കി നിന്നുകൊണ്ട് തിരിച്ചു വന്ന സൂപ്പർ ഹീറോ എന്ന ആള് പെട്ടെന്ന് ഇടിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും ആ ഒരു വില ഇടിഞ്ഞു വരും. എവിടെയോ ചിന്തിച്ചാലോ അച്ഛനെ കൊട്ടാണ് ഉണ്ട്. കഴിഞ്ഞ വർഷം പ്രോത്സാഹിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രൂശിതനായ ക്രിസ്തുവിനെ ചെല്ലുമ്പോൾ ഒരു കല്ലേറെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തിനാണ്? ഒരു കല്ലേറെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തിനാണ്? കർത്താവിനെ പിൻചെല്ലുന്നവരായിട്ട് ഒരു വൈദികനായിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കുക, നമുക്കും വട്ടുണ്ടാവണം. കാരണം ക്രിസ്തുവിന് വട്ടുണ്ടായിരുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തില് അവസാനം തൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. അതിന് ഉത്തരം തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുന്നത്. ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു ചോദ്യമാണ്. ആരാണ് വിചാരിച്ചത് കർത്താവിന്റെ സുബോധം നഷ്ടപ്പെട്ടു പോയത്? കർത്താവിന്റെ സ്വന്തക്കാരായ കർത്താവിന്റെ സ്വന്തം സഹോദരനും ബന്ധുമിത്രാദികളുമായവരാണ് വിചാരിച്ചത് കർത്താവിന് സുബോധം നഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം ക്രിസ്തുവിനെ 10-30 വർഷം അവരുടെ ജീവിതത്തിലുണ്ടായ ക്രിസ്തുവിനെ മുഴുവനായിട്ട് നടന്നില്ല? എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാനുള്ളത്? കാരണം എനിക്ക് പല കാരണങ്ങളാണ്. വളരെ സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ചോദ്യം ചിലപ്പോൾ കർത്താവിന് വട്ടാണ്. അമ്മയ്ക്ക് ആകെ മകൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മരിച്ചുപോയി. ആ അമ്മയെ നോക്കാതെ നാട്ടുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ക്രിസ്തു ഇറങ്ങി തിരിക്കുമ്പോൾ ഒപ്പമുള്ള ബന്ധുക്കൾ പറയും, നിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ടാണ് നീ ജീവിക്കുന്നത്, നിനക്ക് സുബോധം നഷ്ടപ്പെട്ടത്. താൻ ഇന്നത്തെ വചനം ആരംഭിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം പോലും കഴിക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പിന്നെയും സ്വീകരിച്ച് അവരെ സുഖപ്പെടുത്തി അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ, തന്റെ ശരീരം മറന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ ഏതൊരു അടുത്തുള്ളവരും വിചാരിക്കും സുബോധം നഷ്ടപ്പെട്ടു.
സമൂഹത്തിലെ ഏറ്റവും ശക്തന്മാരായ ഫരിസേയർ, നിയമജ്ഞര്, അങ്ങനെ പുരോഹിതന്മാർ, ഇവരെ എല്ലാവർക്കും എതിരെ ക്രിസ്തു എല്ലാവരുടെയും മുമ്പാകെ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നു. ഇനി അവർക്ക് വേണമെങ്കിൽ ഇവരെ കൊല്ലാൻ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട, സാഹചര്യം മാത്രം ഒരുക്കിയാൽ മതി എന്ന് മുഴുവനായാണ് ബന്ധുക്കൾ വിചാരിക്കും ഇവരെ കൊട്ടാണ്. ഇങ്ങനെ ശക്തന്മാർക്കെതിരെ തിരിയുമ്പോൾ സാധാരണ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ശക്തന്മാരെ, പക്ഷെ ക്രിസ്തു സപ്പോർട്ടിന് വേണ്ടി എടുക്കുന്നത് വളരെ സാധാരണക്കാരാണ്. പൊട്ടന്മാരെ പോലെ ആളുകളാണ് അവിടുത്തെ മീൻപിടുത്തക്കാരെ, ചൂണ്ടക്കാരെ, തീവ്രവാദിയായി നിൽക്കുന്നവരെ, സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ഇവരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് തന്റെ ഒപ്പമായിരിക്കാൻ. ശക്തന്മാർക്കെതിരെ പോകും. ഏതൊരു സാധാരണക്കാരനും യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ സുബോധം നഷ്ടപ്പെട്ട പോയാൽ ഇവിടെയാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ കാര്യം വളരെ വ്യത്യാസമാണ്. ഇച്ചിരി കത്തുള്ളവരായിട്ട് മാറാൻ വേണ്ടി എന്നുള്ളത് അതിൽ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ അച്ഛനെന്ന് കർത്താവിനെ നോക്കിയപ്പോൾ ആ കർത്താവിനോടുള്ള നോട്ടത്തിന് ഒരർത്ഥമുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ സ്വന്തക്കാര ക്രിസ്തുവിനെ ഒട്ടമെന്ന് വിചാരിച്ചത് ആളുകൾ എന്നെ വിചാരിച്ചാൽ എന്തുകൊണ്ട് ഞാൻ ആ കർത്താവിനെ ചെല്ലുന്നത്. പ്രിയപ്പെട്ട പുത്തനച്ഛന്മാരോട് പറയാനുള്ളത്, ആളുകൾ കുറേയധികം കാര്യങ്ങൾ പറയും, അതൊന്നും നമ്മളെ ബാധിക്കണമെന്നില്ല. ആളുകൾ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, അതിനെല്ലാത്തിനും ഉത്തരം പറയണമെന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടതായ ചോദ്യം, ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും നമ്മുടെ പ്രവൃത്തി പലപ്പോഴും വിട്ടുപോകുന്ന സാഹചര്യങ്ങളാണ്. ആ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ചോദ്യം ഇതാണ്, എന്തിനാണ് ചിലപ്പോൾ അച്ഛനായത്? എന്തിനാണ് അച്ഛനായത്? ഈ ഒരു ചോദ്യം നാട്ടുകാരല്ല, മറിച്ച് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചില സാഹചര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് പള്ളിയിൽ അത്യാവശ്യമായിട്ട് പരിപാടികൾ വരുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാൻ പോലും മറന്നുപോയി നമ്മൾ വളരെയധികം പ്രയത്നിച്ചതിന് ശേഷം തിരിച്ചാളുകൾ ഒരു നന്ദി പോലും പറയുകയായിരിക്കും, ഒരു അപ്രീസിയേഷൻ പോലും പറയുകയായിരിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്കൊന്ന് തോന്നിപ്പോകും, എന്തിനാണ് അച്ഛനാണ്? ചില സമയത്ത് നമ്മൾ വളരെയധികം താല്പര്യത്തോടുകൂടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് അച്ഛന്റെ നിർബന്ധപ്രകാരം അച്ഛൻ ചെയ്യുന്നതാണ്, ഇതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിന്, അച്ഛന് പേരിലിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛന് നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു വർത്തമാനം നമ്മൾ കേൾക്കുമ്പോൾ എവിടെയോ നമ്മൾ ചോദിച്ചു പോകും, എന്തിനാണ് അച്ഛനായത്? നമ്മുടെ ജീവിതത്തിലെ ചില സമയത്തൊക്കെ നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ഒരു കൂട്ടാരുമില്ലാതെ ഒറ്റക്കായിരിക്കുന്ന സമയത്ത്, ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ പോലും കിട്ടാതെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത്, ആ ഒരു ഏകാന്തതയിൽ തോന്നിപ്പോകുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് അച്ഛനായത്? നമ്മൾ പലപ്പോഴും വിശുദ്ധിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ആ ഒരു ദിവ്യകാരനും വിശുദ്ധിയോസ്തി എടുത്തുകൊണ്ടിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്ന സമയത്ത് എവിടെയോ ഒരു നിമിഷം വിശ്വാസം മാറിപ്പോകുമ്പോൾ, നമ്മളെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് അവരുടെ ദൈവജനത്തിലുണ്ട് എന്ന് തോന്നുമ്പോൾ ചില സമയത്തൊക്കെ തോന്നിപ്പോകും, എന്തിനാണ് അച്ഛനായത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അച്ഛനായത് എന്റെ തീരുമാനമോ എന്റെ ആഗ്രഹമോ ആണ്, മറിച്ച് ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ എന്തിനാണ് അച്ഛനായത് എന്ന ഉത്തരം നമുക്ക് കിട്ടും. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒപ്പമുള്ള സഹോദര വൈദികരുടെ ജീവിതത്തിലോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ചോദിക്കുന്നത്, കർത്താവ് എന്തിനാണ് എന്നെ വിളിച്ചതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഒരു പള്ളിയിലെ കൊച്ചച്ഛൻ അവരുടെ വീട്ടിൽ പടക്ക കച്ചവടം ചെയ്യുന്ന ആ ചേട്ടൻ മുഴുകുടിയനായിട്ട് ആ ചേട്ടനോട് പോയി സംസാരിച്ചതിന് ശേഷം ആ ചേട്ടൻ കൊടി നിർത്തിയ ആ ഭാര്യ സന്തോഷത്തോടുകൂടി നിന്ന് അച്ഛന്മാരെ അറിയിക്കുന്നു. ആ പുരോഹിതനെ ഓർത്തുകൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നും. കാരണം സഹനത്തിന് ഫലമുണ്ടെന്ന് ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ സഹനത്തിന്റെ ഫലം കാണിച്ചു കൊടുക്കുന്ന പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. കുമ്പസാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പെരുന്നാളുകൾക്ക്, ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ നമ്മൾ ഇങ്ങനെ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഏതെങ്കിലും അച്ഛൻ കുമ്പസാര
കണ്ണുകളൊക്കെ തുടച്ച് സന്തോഷത്തോടുകൂടി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കർത്താവിന്റെ കരുണയുടെ കരങ്ങളായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിച്ച ആ ഒരു പൗരോഹിത്യത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഒപ്പം ഒരു പെരുന്നാൾ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അച്ഛനൊപ്പം പോയി അവരുടെ ഒപ്പം പണിയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു അച്ഛനാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടെ സാമൂഹികത്തിന്റെ ഒരു മാതൃകയായ പൗരോഹിത്യത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മനസ്സിലാക്കുക, കർത്താവ് ഒട്ടനാകാൻ വിളിച്ചിട്ടില്ല. ആശിഷിനെ പ്രത്യേകമായിട്ട് മനസ്സിലാകും. കാരണം ആശിഷിനെ കുഞ്ഞുനാൾ മുതൽ ആൾക്കാർ ചിലപ്പോൾ വട്ടനെ വിളിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളില് ഓട്ടർബോയായിട്ട് എല്ലാ ദിവസവും നാട്ടിലെ പള്ളി വരുമ്പോൾ ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ നല്ലതാണ് പള്ളി പുതിയായിട്ട് ഒത്തിച്ചു കിടക്കുമ്പോൾ ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അതൊക്കെ എന്താണ് എല്ലാ ദിവസവും പള്ളി പോകുമ്പോൾ വട്ടാണ്. സെമിനാരി കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് ആകെയുള്ള അപ്പനും അമ്മയും